നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ന് ജ്യോതിഷ സംബന്ധമായി പറയുന്നത് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ ജ്യോതിഷികൾ 2-3 രീതിയിൽ പുതുവർഷത്തെ എടുക്കും. ലോകം മുഴുവനും പുതുവർഷമായി കാണുന്ന ജനുവരി 1 തൊട്ട് ഡിസംബർ വരെയും, മലയാളികളുടെ പുതുവർഷമായ ചിങ്ങം തൊട്ട് കർക്കിടകം വരെയും, ജ്യോതിഷ ശാസ്ത്രപ്രകാരം മേടമാസം തൊട്ടാണ്, മേടത്തിലാണ് സൂര്യൻ ഉച്ചത്തിൽ വരണേ, അതുതൊട്ട് മീനം വരെയും, ഇങ്ങനെ 3 രീതിയിൽ മേടത്തിൽ വരണ നമ്മൾ വിഷുഫലമായിട്ടും മറ്റ് 2 പുതുവർഷങ്ങളായിട്ടും എടുക്കാറുണ്ട്. ഇന്ന് നമുക്ക് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ ഉള്ള ഓരോ രാശിക്കാരുടെയും ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇടവൻ രാശിക്കാരുടെ ഫലത്തെ നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ 45 നാഴിക, കാർത്തിക 15 നാഴിക മേടരാശിയിലേക്ക് പോവും. 3/4 ഭാഗം 45 നാഴികയും, അതുപോലെ രോഹിണി നക്ഷത്രം ഫുള്ളായിട്ടും മകയിരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് പുതുവർഷം വളരെ ദോഷപ്രദമായ പുതുവർഷമല്ല, വളരെ പുരോഗതിയെ കൊടുക്കുന്ന വർഷമാണ്. ശരിക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, അതുപോലെ അവർക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥയുണ്ടാവും, വിദ്യാഭ്യാസപരമായിട്ട് വളരെ ശോഭിക്കും, ധനപരമായി പുരോഗതി ഉണ്ടാവും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, അതുപോലെ ഉള്ള നേട്ടഫലങ്ങളെ കൊടുക്കും. കാരണം ഇപ്പോൾ 7 ശനിയുടെ ദോഷമില്ല, കണ്ടകശനിയില്ല, വ്യാഴം 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ആ 2 നിന്ന് വ്യാഴം ജൂൺ മാസം തൊട്ട് 3ലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? സാമ്പത്തിക കാര്യങ്ങളിൽ ജൂണിന് ശേഷം കുറച്ച് ശ്രദ്ധിക്കണം. ശനിയോ മറ്റൊന്നുമില്ല, സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് അശ്രദ്ധ കാണിക്കരുത്. അപ്പോൾ ജൂൺ മാസം വരെ നമുക്ക് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ചെയ്യാനോ പുതിയ ധനപരമായ കാര്യങ്ങൾ ചെയ്യാനോ അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ വളരെ പേടിക്കേണ്ട, ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണമെന്നുള്ളത് ഒഴിച്ച് മൊത്തത്തിൽ വലിയ പേടിക്കേണ്ട ഒരു കാലഘട്ടമല്ല ഇടവരാശിക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. പുതുവർഷത്തെ വരവേൽക്കണം. പുതുവർഷത്തിൽ കുറേ പ്ലാൻ ചെയ്ത് നമ്മളൊരു വർഷം വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നേരത്തെ തന്നെ ജ്യോതിഷികൾ നിങ്ങളെ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ കാര്യങ്ങളും ഈ ഒരു വർഷത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം. എനിക്ക് ഈ വർഷത്തേക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്നൊരു ടൈം ടേബിൾ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകണം. കുട്ടികൾ പഠിക്കുമ്പോൾ ടൈം ടേബിൾ ഉണ്ടാവുന്നത് പോലെ നമുക്ക് ജീവിതത്തിൽ ഇന്നതൊക്കെ ചെയ്യണം എന്ന്. അപ്പോൾ സമയം അനുകൂലത്തിലാണോ എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് അത് സക്സസ് ആവും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ രാശിക്കാർ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് നല്ല റോഡ് വരുന്ന സമയത്ത് ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണം. ചീത്ത റോഡ് വരുന്ന സമയത്തോ നമ്മൾ ബ്രേക്കിൽ കാല് വെക്കണം, ബ്രേക്ക് ചവിട്ടിപ്പോണം. ഇപ്പോൾ നല്ല സമയം നിൽക്കുന്നത് കൊണ്ട് ചെയ്യണം. ഇപ്പോൾ വ്യാഴം മാറുമ്പോൾ വ്യാഴനെ കുറച്ച് പ്രീതിപ്പെടുത്തി കൊണ്ടുപോയാൽ മതി. വ്യാഴത്തിൻ്റെ ദോഷഭാവം മഹാഗുരു പെട്ടെന്ന് പ്രീതിപ്പെടും. വ്യാഴനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോയാൽ ആ ദോഷഭാവങ്ങൾ വരില്ല. അത് ജൂൺ മാസം തൊട്ടാണ് വ്യാഴത്തിന് മാറ്റം വരണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തെന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ, ആചാര്യ വിഷ്വൽ മീഡിയയിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും എല്ലാം നമുക്ക് ആ സമയത്ത് തന്നെ ഡയറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ
ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഈ ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പല സ്ഥലത്ത് കൺസൾട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്തും അതുപോലെ ദുബായിലും അതുപോലെ അമേരിക്കയിലും പല സ്റ്റേറ്റുകളിലും കൺസൾട്ടേഷന് പോകുന്നുണ്ട്. അപ്പോൾ ദുബായിൽ കരാമയിൽ ഓഫീസ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സൗകര്യാർത്ഥം അവിടെയും നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇടവരാശിക്കാർക്കും നല്ല സമയമാണ്. നിങ്ങൾക്ക് പുതുവർഷം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.